വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണത്തിലൂടെ പശ്ചിമ ബംഗാളിൽ 58 ലക്ഷം പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായെന്ന് റിപ്പോർട്ട്. SIR നടപടികളുടെ ഭാഗമായി ചൊവ്വാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിലാണ് 58 ലക്ഷം പേരെ നീക്കം ചെയ്തത്. ഇതിൽ 24 ലക്ഷം പേർ മരിച്ചവരാണ്. 19 ലക്ഷം പേർ താമസം മാറിയവരും 12 ലക്ഷം പേർ കണ്ടെത്താനാകാത്തവരുമാണ്. 1.3 ലക്ഷം പേരുകൾ ആവർത്തിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ചൊവ്വാഴ്ച കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതോടെ SIR നടപടികളുടെ ആദ്യഘട്ടം അവസാനിക്കുകയാണ്. കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് തിരുത്തൽ ആവശ്യപ്പെടാം. തുടർന്ന് ഈ പരാതികളെല്ലാം പരിശോധിച്ച ശേഷമാകും ഫെബ്രുവരിയിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. 2002 ബംഗാളിൽ അവസാനമായി വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം നടന്നത്. SIR നടപടികളുടെ ഭാഗമായുള്ള കരട് പട്ടികയിൽ നിന്ന് 58 ലക്ഷം പേരെ നീക്കം ചെയ്തതിൽ ബംഗാളിൽ പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടേക്കുമെന്നാണ് വിലയിരുത്തൽ. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും നേരത്തെ തന്നെ SIRനെതിരെ രംഗത്തെത്തിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ പേരുകൾ വെട്ടാനാണ് കേന്ദ്രവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും SIRലൂടെ ശ്രമിക്കുന്നതെന്നായിരുന്നു മമതാ ബാനർജിയുടെ ആരോപണം. വോട്ടർമാരുടെ പേരുകൾ വെട്ടിയാൽ ജനങ്ങൾ തെരുവിലിറങ്ങുമെന്നും മമതാ ബാനർജി ആഹ്വാനം ചെയ്തിരുന്നു. അതേസമയം അനധികൃത കുടിയേറ്റക്കാർ ഉൾപ്പെടുന്ന വോട്ട് ബാങ്ക് സംരക്ഷിക്കാനായാണ് മമതാ ബാനർജി SIRനെ എതിർക്കുന്നതെന്നാണ് BJPയുടെ വാദം. മരിച്ചവരുടെയും വ്യാജ വോട്ടർമാരുടെയും പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിലൂടെ അധികാരം നഷ്ടമാകുമെന്ന് മമതാ ബാനർജി ഭയക്കുന്നതായും ഇതിന്റെ പേരിലാണ് അവർ കോലാഹലം സൃഷ്ടിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിരുന്നു.